നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു ചിന്താഗതിയാണ്, അവൻ മദ്യപിക്കും, അവനൊരു കല്യാണം കഴിച്ചാൽ ശരിയാകും. അവൻ അവളൊരു എടുത്തുചാട്ടക്കാരിയാണ്, അവളൊരു കല്യാണം കഴിച്ചാൽ ശരിയാകും. അവനൊരു മയക്കുമരുന്നിന് അടിമയാണ്, ഒരു കല്യാണം കഴിച്ചാൽ ശരിയാകും. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അവനോട് ശരിയാകത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അറിഞ്ഞോടുകൂടി മറ്റൊരാളുടെ ഒരു ജീവിതം കൂടിയാണല്ലോ നശിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയെ സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ സഭ വഞ്ചന, ചതി എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് നോക്കിക്കാണുന്നത്. കാരണം വേറെ ഒന്നും ശരിയാകാത്തവനെ ശരിയാക്കാനുള്ള വഴിയല്ല കല്യാണം. അവനെ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോയി നന്നാക്കിയെടുക്കുക, അല്ലാതെ മറ്റൊരാളുടെ ജീവിതം കൂടി ഭാരപ്പെടുത്തുന്നതാകരുത്. മദ്യത്തിനടിമയായ, മയക്കുമരുന്നിനടിമയായ വ്യക്തി കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് തുറന്ന് പറയണം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ മദ്യവും ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് തുറന്ന് പറയാതെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം അതിനാൽ തന്നെ അസാധുവാണ്. മയക്കുമരുന്നിന് അടിമയായ ഒരുത്തൻ ആ കാര്യം തുറന്നു പറയാതെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ വിശ്വാസം അനുസരിച്ച് ആ കല്യാണം അസാധുവാണ്. കാരണം എന്താണ്? പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന തീരുമാനമേ വിവാഹ തീരുമാനമാവുള്ളൂ. ഇവിടെ പൂർണ്ണമായ അറിവില്ല. ഇവൻ്റെ ഈ കുരുത്തംകെട്ട സ്വഭാവം അവളോട് അറിയിച്ചില്ല. പൂർണ്ണമായ അറിവില്ലാതെ എടുക്കുന്ന തീരുമാനം സാധുവായ തീരുമാനമല്ല. അതുകൊണ്ട് ആ വിവാഹബന്ധം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ സഭയ്ക്ക് തടസ്സവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒളിച്ചുകളികളും തട്ടിപ്പുകളും മാതാപിതാക്കളും മനസ്സിലാകണം. ഒരുവനെ നന്നാക്കാനുള്ള വഴി വിവാഹമല്ല, മറിച്ച് അവനെ നന്നാക്കിയ ശേഷം, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ശരിയായ സഭാ പ്രബോധനം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിച്ചിരി മനോരോഗമുണ്ട്, ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ ശരിയാകും, അല്ലെങ്കിൽ കുറച്ച് ലഹരി ഉപയോഗിക്കുന്നതാണ്, അത് ശരിയാവുമെന്ന്. ഇപ്പോൾ കുറേശ്ശെയൊക്കെ ലഹരി സാരമില്ല എന്ന് പറഞ്ഞ് വേറൊരാളുടെ ജീവിതം തകർക്കുന്നത്, അതാണാണേലും പെണ്ണാണേലും, അപ്രകാരമുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ കല്യാണം കഴിക്കരുതെന്നല്ല നമ്മൾ പറയുന്നു. കല്യാണം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ നിങ്ങൾ തുറന്ന് പറയണം, ഇന്ന പ്രശ്നം എനിക്കുണ്ട്. അത് പറഞ്ഞ ശേഷം ആ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണോ, വെൽ ആൻഡ് ഫൈൻ, കുഴപ്പമില്ല. ആ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുന്ന ഒരു പുരുഷനാണോ, ഒരു കുഴപ്പമില്ല, വിവാഹത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കും. ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള പൂർണ്ണമായ അറിവില്ലാതെ തീരുമാനമെടുക്കാൻ മറ്റൊരാളെ നിർബന്ധിക്കുന്നത് വിവാഹത്തിൻ്റെ ഉടമ്പടിക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുക.